കുമാരി ഹണി റോസ് എനിക്ക് നേരെ ഉന്നയിച്ച വിമർശനം കണ്ടു. അവരുടെ വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ തരമില്ല. നമ്മുടെ അമ്പലത്തിലും പള്ളികളിലുമെല്ലാം ഓൾറെഡി ഡ്രസ് കോഡ് ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു പൂജാരിയായിട്ട് അങ്ങനെ ഒരു ഡ്രസ് കോഡ് കൊണ്ടുവരേണ്ട കാര്യമില്ല. വിശുദ്ധമായ വത്തിക്കാനിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാനിൽ പോകുമ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ് കോഡ് ഉണ്ട് എന്ന് ഹണി റോസിനോട് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഹണി റോസ് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വാക്കുകൾക്ക് മിതത്വം വേണം, അതേപോലെ വസ്ത്രധാരണത്തിനും മിതത്വം വേണ്ടേ? രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ ബോച്ചയോ ആരെങ്കിലും പറയുമ്പോൾ വാക്കുകൾക്ക് തീർച്ചയായിട്ടും മിതത്വവും നയവും മയവും സഭ്യതയും വേണം. അതേപോലെ വസ്ത്രധാരണത്തിനും ചില അതിർവരമ്പുകൾ വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ഇത് യഥാർത്ഥത്തിൽ ഹണി റോസ് റേസ് ചെയ്ത വളരെ റെലവൻ്റായ ഒരു ഡിബേറ്റാണ്. നമ്മുടെ സമൂഹത്തിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യം എത്രമാത്രമാകാം? ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമല്ലാത്തതുപോലെ വസ്ത്രധാരണ സ്വാതന്ത്ര്യവും അപരിമിതമല്ല. ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും നല്ലതല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങളും മറ്റും സമൂഹത്തിൽ ഒരു തർക്കവും ചർച്ചയെ വരാറുണ്ട്. ഹണി റോസിൻ്റെ കാര്യത്തിലാകാം. ഒരു പ്രഗത്ഭയായ ഒരു അഭിനേത്രിയാണ്. ഹണി റോസിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. ആദ്യത്തെ ബോയ് ഫ്രണ്ട് അടക്കമുള്ള സിനിമയിൽ നിന്ന് അവിടുത്തെ സെറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ആ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇപ്പം തെലുങ്ക് സിനിമയിലടക്കം നായികയായി മറ്റേ നന്ദമൂരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ നായികയായൊക്കെ വരുന്നത് വലിയ മലയാളത്തിന് അഭിമാനമാണ്. എന്നാൽ അതോടൊപ്പം വസ്ത്രധാരണവും നമ്മുടെ ഇനോഗ്രേഷന് പോകുമ്പോഴും അവിടെ അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, സമൂഹത്തിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കൂടെ സഭ്യവും മാന്യവുമായ വസ്ത്രം, അല്ലെങ്കിൽ ആ വസ്ത്രം മാന്യമായി ധരിക്കുക. സാരി മനോഹരമായ വസ്ത്രമാണ്. ആ സാരിക്ക് കുറേ കൂടെ മിതത്വം വേണമെന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ പാതകമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞതിന് ബോച്ചയെ ആരും ന്യായീകരിക്കുന്നില്ല. ബോച്ചെ അങ്ങനെ കുന്തി എന്ന് പറയുന്ന പ്രയോഗം നടത്തിയതിന് ആരും ന്യായീകരിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം ആ ദ്വയാർത്ഥ പ്രയോഗത്തിന് 1 വർഷം ബോച്ചയെ തടവിലിടണോ എന്നുകൂടി ചിന്തിക്കണം. ഭാരതീയ ന്യായ സംഹിത 75 4ാം ഉപവകുപ്പ് പ്രകാരം സെക്ഷുവലി കളേർഡ് റിമാർക്കിന് കേസെടുത്ത് 1 വർഷം അദ്ദേഹത്തെ ജയിലിടേണ്ട കാര്യമുണ്ടോ എന്നുകൂടി ഹണി ചിന്തിക്കണം. ഹണി ഒരു കലാകാരിയാണ്. ആ വിശാല മനസ്കത ഹണി കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹണിയുടെ പുതിയൊരു സിനിമ റേച്ചൽ അടക്കമുള്ള സിനിമകൾ ഇറങ്ങുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും, ഓൾ ദ ബെസ്റ്റ് നേരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി പ്രൊഫഷണലായ, ബ്രോഡായ, വിശാല മനസ്കമായ നിലപാട് ഹണി റോസ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവിനെ സപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 2 വർഷത്തെ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. വിജയബാബുവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിലപാടാണ് ശരിയെന്ന് തെളിഞ്ഞു. ശ്രീ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിലപാടാണ് ശരിയെന്ന് തെളിഞ്ഞു. ഉമർ ലുലുവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിലപാടാണ് ശരിയെന്ന് തെളിഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി MLA കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിലപാടാണ് തെളിഞ്ഞു. അപ്പോൾ പുരുഷനെ എങ്ങനെങ്കിലും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ആൾക്കാർക്കൊരു സന്തോഷമാണ്. ഏതെങ്കിലും ആണ് ജയിലിൽ പോയാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ സന്തോഷമാണ്, എന്തോ വലിയ അച്ചീവ്മെൻറ്റ് നടത്തിയെന്നാണ് ആൾക്കാരുടെ വിചാരം. അങ്ങനെ ആകരുത്. പുരുഷനും സ്ത്രീയും സമൂഹത്തിൽ വേണം. പുരുഷന് തീർച്ചയായും മാന്യതയും മര്യാദയും അവൻ്റെ നോട്ടത്തിനും ഭാഷയ്ക്കും ഒക്കെ മര്യാദ വേണം. അതേപോലെ സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് വേണമെന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ശ്രീ ദിലീപിൻ്റെ അടക്കം കേസുകളിൽ ഞാൻ പറഞ്ഞ സമീപനമാണ് ആത്യന്തികമായി ശരിയായി വന്നതെന്ന് നമ്മളെല്ലാം കണ്ടതല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ ലിബറലുകളുടെ കയ്യടികൾക്കും ഫെമിനിസ്റ്റുകളുടെ കയ്യടികൾക്കും അപ്പുറം സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ശരിക്ക് വേണ്ടിയും നിൽക്കാൻ കഴിയണം. അല്ലാതെ കണ്ണടച്ച് സ്ത്രീപക്ഷവാദി മാത്രമാണെന്ന് പറയരുത്. ഞാൻ സ്ത്രീപക്ഷവാദിയല്ല. സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യപക്ഷവാദിയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ മാന്യതയെ ഉയർത്തിപ്പിടിക്കണം. ഹൈക്കോടതി 2 ആഴ്ച മുമ്പ് കൂടെയാണ് പറഞ്ഞത് ആണുങ്ങൾക്കും ഇവിടെ അന്തസ്സോടെ ജീവിക്കാൻ അർഹതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ തീർച്ചയായും അവരുടെ മാന്യതയും ബഹുമാന്യതയും സൂക്ഷിക്കണം. അതോടൊപ്പം പുരുഷന്മാരും തീർച്ചയായിട്ടും അവർ പറയുന്ന വാക്കിനും അവരുടെ നോക്കിനും ഒക്കെ മിതത്വവും വേണം.